ഹലോ, നമസ്കാരം. അപ്സര ആൻഡ് അൻസിബ, അൻസിബ ആൻഡ് അപ്സര എവിക്റ്റ് ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തായിരിക്കും അവര് എവിക്റ്റ് ആയതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ, കാണട്ടെ. എനിക്ക് തോന്നിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അതിലേക്ക് എത്തുന്നതിന് മുമ്പേ നിങ്ങളോടൊരു കാര്യം ജസ്റ്റ് പറഞ്ഞോട്ടെ. അതായത് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഇവരെ പുറത്താക്കിയേ അയ്യോ, ഇവർക്ക് വേണ്ടിയിട്ട് അവരെ പുറത്താക്കിയേ അയ്യോ എന്നുള്ള സില്ലി 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 കമൻറ്റുകൾ ഇടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അല്ല, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഇടാനാ തോന്നണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോ. പക്ഷെ ഞാൻ പറയുന്നത് കുറച്ചും കൂടി ഒന്ന് ചിന്തിച്ച് വോട്ടിങ്ങിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് നോക്കി ഒന്ന് അനലൈസ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. പറഞ്ഞൊന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. ആരൊക്കെയാണ് നോമിനേഷനിൽ ഉണ്ടായിരുന്നത്? അഭിഷേക്, ജാസ്മിൻ, ജിൻഡോ, അർജുൻ, അൻസിബ, അപ്സര, ഋഷി, ശ്രീതു. അഭിഷേകിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അഭിഷേകിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഉണ്ട്. ഒബ്വിയസ്ലി ഒരുപാട് ആളുകളുണ്ട്, ഫാൻസ് ഉണ്ട് അഭിഷേകിന്. അപ്പോൾ പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഫാൻസിൻ്റെ തന്നെ വോട്ട് കിട്ടിയിട്ടുണ്ടാവും, അത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ജാസ്മിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിയാണ്, ജാസ്മിന് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ട്, ഭൂരിഭാഗം വരുന്നത് ഹേറ്റേഴ്സാണ്. ബട്ട് സ്റ്റിൽ പുള്ളിക്കാരിനെ ഇഷ്ടപ്പെടുന്ന, പുള്ളിക്കാരിക്ക് വോട്ട് ചെയ്യുന്ന, പുള്ളിക്കാരിക്ക് ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ആക്ച്വലി ഉണ്ട്. സോ പുള്ളിക്കാരിയും ഈസി ആയിട്ട് സേഫ് ആവും, വോട്ട് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ ജിൻഡോൻ്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ല, അത്യാവശ്യം നല്ല സപ്പോർട്ട് ഉണ്ട്, നല്ല ഫാൻ ബേസ് ഉണ്ട്, നല്ല വോട്ട് കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെ പുള്ളിയും സേവായി. അർജുനും ഫാൻസ് ഉണ്ട്, വോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ കുറേ വോട്ട് കിട്ടിയിട്ടുണ്ടാവും. അൻസിബയുടെ കേസ് പറയുകയാണെങ്കിൽ ശരിയാണ്, അൻസിബേനെ ആളുകൾക്ക് ഇഷ്ടമാണ്, കുറേ ആളുകൾക്കൊക്കെ അൻസിബേനെ ഇഷ്ടമാണ്. പക്ഷെ അൻസിബയ്ക്ക് ഫാൻസ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതായത് അൻസിബയ്ക്ക് വോട്ട് ചെയ്യാനായിട്ടിരിക്കുന്ന കൈൻഡ് ഓഫ് ഫാൻസ് ഉള്ളതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ വോട്ടിൻ്റെ കേസിൽ ഇവരെ മറ്റുള്ളവരെയൊക്കെ വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുന്ന സമയത്ത് ഇവർക്ക് കുറവ് വരാൻ തന്നെയാണ് സാധ്യത. പിന്നെ അപ്സരയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്സര വന്ന സമയത്തൊക്കെ നല്ല ഗംഭീര ഗെയിമർ തന്നെയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഈ വൈൽഡ് കാർഡ് വന്ന, അത് ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, വൈൽഡ് കാർഡ് എൻട്രീസ് ഒക്കെ വന്നതിന് ശേഷം പുള്ളിക്കാരി ചെറുതായിട്ടൊന്ന് ഡൗൺ ആവുന്നൊരു അവസ്ഥയൊക്കെ തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ അവർക്ക് എന്താണ് പറയുക, വോട്ട് താഴേക്ക് പോയിട്ടുണ്ടാവാൻ തന്നെയാണ് സാധ്യത. പക്ഷെ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞാൻ അപ്സരയൊക്കെ സേവ് ആവുമെന്ന് വിചാരിച്ചു, പക്ഷെ അത് അൺഎക്സ്പെക്റ്റഡ് ആയിപ്പോയി. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നത് എന്താണ്, അവര് ചെറുതായിട്ടൊന്ന് വീക്കായി തുടങ്ങിയത് കൊണ്ട് തന്നെ ആളുകൾക്ക് അവരോടുള്ളൊരു ശ്രദ്ധ കമ്പാരിറ്റീവ്ലി കുറവായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് എന്നുള്ളൊരു തരത്തിലേക്ക് ആൾക്കാരുടെ ഒരു ചിന്ത കുറഞ്ഞിട്ട് വന്നിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ആ രീതിയിൽ കമ്പാരിറ്റീവ്ലി അവർക്കും വോട്ട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും. പിന്നെ ഋഷിക്കും നേരത്തെ അഭിഷേകിൻ്റെയും ജാസ്മിൻ്റെയും ഒക്കെ കേസ് പറഞ്ഞ പോലെ തന്നെ, ജിൻഡോൻ്റെയൊക്കെ കേസ് പറഞ്ഞ പോലെ തന്നെ ഋഷിക്കും ഒരു ഫാൻ ബേസ് ആക്ച്വലി ഉണ്ട്. ലൈക്ക് ഋഷിയെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട്. ഇപ്പോൾ ഉപ്പും മുളകും സീരിയലൊക്കെ കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഋഷിയെ ഇഷ്ടപ്പെടുന്ന ഒരു വലിയ ടീം ആക്ച്വലി ഉണ്ട്. അതിപ്പോൾ കുടുംബ പ്രേക്ഷകരായിക്കോട്ടെ, അല്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. സോ ഫാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ആ ഫാൻസിൻ്റെതായ ഒരു വോട്ട് പുള്ളിക്ക് കിട്ടിയിട്ടുണ്ടാവും. സോ അങ്ങനെ പുള്ളിക്കാരനും സേവായി. പിന്നെ ശ്രീതുവിൻ്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഐ ഡോണ്ട് നോ, എനിക്ക് അവിടെ കൺഫ്യൂഷനാണ്, എങ്ങനെയാണ് ഇവർ സേഫ് ആയെന്ന്. കാര്യം നല്ല ക്യൂട്ടാണ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ടുകൊണ്ടിരിക്കാനൊക്കെ. പക്ഷെ പ്രത്യേകിച്ച് വലിയ ഗെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ബട്ട് പുള്ളിക്കാരിക്കൊരു ഫാൻ ബേസും അല്ലെങ്കിൽ പുറത്തുനിന്നൊക്കെ വോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം തമിഴ്നാട്ടിൽ നിന്നൊക്കെ വോട്ട് വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു ആക്ട്രസ് ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആക്ച്വലി ഉണ്ടാവും. അങ്ങനെ അൻസിബേനെക്കാട്ടിലും അപ്സരേനെക്കാട്ടിലും ഒക്കെ വോട്ട് ഉണ്ടായിട്ടുണ്ടാവും. സോ വോട്ടിൻ്റെ ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റാണ്, അൻസിബയും അപ്സരയും തന്നെയാണ് പോവാൻ സാധ്യത വളരെ കൂടുതൽ. അത് അവർ പോയി, അത് കറക്റ്റാണ്. വോട്ടിൻ്റെ ബേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ഇവർക്ക് തന്നെയായിരിക്കും കുറവ് വോട്ടുകൾ വന്നിട്ടുണ്ടാവുക. കാരണം ഈ ഫാൻസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനെ സില്ലിയായിട്ട് തള്ളിക്കളയേണ്ട ഒരു കേസല്ല. കാരണം ഒരു കണ്ടസ്റ്റൻ്റ് ആവുന്ന സമയത്ത് അവർക്ക് കുറച്ച് ഫാൻ ബേസ് ഉണ്ടാകുന്ന സമയത്താണ് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് സേഫായിട്ട് നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അതർവൈസ് അവരോടൊരു ഇഷ്ടം ഉണ്ടാവും എന്നുള്ളതിനെക്കാട്ടിലുപരി അവരെ നിലനിർത്താൻ
പാകത്തിന് വോട്ടുകൾ കിട്ടുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് തന്നെയാണ്. ഫാൻസ് തന്നെ ആക്ച്വലി വേണം. പിന്നെ അൻസിബയുടെയൊക്കെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളതാണ്, പുള്ളിക്കാരിയൊക്കെ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി കളിക്കണമായിരുന്നു, ഇറങ്ങി ഡോമിനേറ്റ് ചെയ്ത് കളിക്കണമായിരുന്നു. വിഷയങ്ങളിൽ കയറി ഇടപെടുക, അഭിപ്രായങ്ങൾ പറയുക, അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് കളിച്ച് ഹൈലൈറ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ അവർക്കും ഒരു സെപ്പറേറ്റ് ഫാൻ ബേസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ അവർക്കും അത്യാവശ്യം നല്ല രീതിയിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ആൾക്കാർ ഉണ്ടായി വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ അൻസിബയുടെ കേസിൽ എന്താ വെച്ചാൽ എനിക്ക് തോന്നിയതാണ്, ഞാൻ അവരെ ഡീഗ്രേഡ് ചെയ്യണമെന്നല്ല, അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട, ഹെൽത്തി ആയിട്ട് തന്നെ ഞാൻ കാര്യങ്ങൾ പറയുകയാണ്. സംഗതി ഈ ജാസ്മിനെ ഇഷ്ടപ്പെടാത്ത കുറേ ടീമുകൾ ആക്ച്വലി ഉണ്ടല്ലോ, നോറേനെ ഇഷ്ടപ്പെടാത്ത കുറേ ടീമുകൾ ഉണ്ടല്ലോ. അപ്പം അൻസിബ ഇവർക്കൊക്കെ എതിരെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരി കൂടുതൽ സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, ജാസ്മിൻ്റെ അടുത്തും അൻസിബയുടെ അടുത്തൊക്കെ ജാസ്മിൻ്റെ അടുത്തും നോറയുടെ അടുത്തൊക്കെ നേരിട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും കൂടുതലും അൻസിബയ്ക്ക് ഇവരെ കുറിച്ചിട്ട് മാറി നിന്നിട്ടാണ് സംസാരിക്കുന്നത്. ഋഷിയുടെ അടുത്തോ അല്ലെങ്കിൽ അഭിഷേകിൻ്റെ അടുത്തോ ഒക്കെ മാറി ഇരുന്നിട്ട് ഒരു കംഫർട്ട് സോണിൽ ഇരുന്നിട്ടാണ് അവർ ഇരുന്ന് പറയുന്നത്. സോ ഈ നോറയോടും ജാസ്മിനോടും വലിയ താല്പര്യം ആളുകൾക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ അൻസിബ മാറി ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിലും ഇവരെ കുറിച്ചിട്ട് എന്താണ് പറയുക, ഓരോ കാര്യങ്ങളൊക്കെ മാറിയിരുന്ന് പറയുന്ന സമയത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർ മാറിയിരുന്നിട്ടാണോ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർക്ക് വിഷയമല്ല. ജാസ്മിനെ കുറിച്ചിട്ടും നോറയെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ടല്ലോ, സോ ഇവര് കൊള്ളാം, ലൈക്ക് നന്നായി, അങ്ങനെ തന്നെ വേണം. സോ അൻസിബ നല്ല കുട്ടിയാ, അടിപൊളി. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം അൻസിബയുടെ ആൾക്കാർക്ക് ആക്ച്വലി ഉണ്ട്. അല്ലാതെ ഒരു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു ഗെയിമർ, അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്ത് വരുന്ന ഒരു ഗംഭീര ഗെയിം ചേഞ്ചർ, അങ്ങനെ ഒരു രീതിയിലല്ല അൻസിബേനെ ഇവിടുത്തെ ഓഡിയൻസ് ആക്ച്വലി കണ്ടിരിക്കുന്നത്. അൻസിബയോട് ഇഷ്ടമുണ്ട് എന്നുള്ളൊരു സംഭവമാണ്, അത് ഞാൻ എഗ്രി ചെയ്യുന്നു കേട്ടോ. അൻസിബേനെ ആളുകൾക്ക് ഇഷ്ടമാണ്, വേറെ പല കാരണങ്ങൾ കൊണ്ടും ഇഷ്ടമാണ്. എന്താണ് പറയുക, ഡ്രസ്സിങ്, കുക്കിങ്, അതേപോലെ തന്നെ ലൈക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടല്ലോ. സോ ആ കാര്യം കൊണ്ടൊക്കെ അവരെ ഇഷ്ടമാണ്. സോ ആ ഇഷ്ടം എന്നുള്ളതിനെക്കാട്ടിലൊക്കെ ഉപരി അത് വോട്ടിലേക്ക്, ഒരു ഫാൻ എന്നുള്ള രീതിയിലേക്ക് വരാത്തത് കൊണ്ട് തന്നെ അവർ വോട്ടിൽ കമ്പാരിറ്റീവ്ലി കുറവായിട്ട് വന്നിട്ടുണ്ടാവാൻ തന്നെയാണ് ആക്ച്വലി സാധ്യത. ഇവിടെ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കുറേ കമൻസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കണ്ടായിരുന്നു, അൻസിബ ജാസ്മിനെതിരെ സംസാരിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും അൻസിബേനെ പിടിച്ച് പുറത്താക്കിയത്. പറഞ്ഞ് മതിയാവണില്ലേ അങ്ങനെയൊക്കെ? ഓഡിയൻസ് ഇത്ര പൊട്ടന്മാരത് ജാസ്മിനെ പറഞ്ഞത് കൊണ്ട് അൻസിബേനെ പുറത്താക്കിയെന്നോ? ഇപ്പുറത്തൊന്ന് കമ്പാരിസൺ ചെയ്യേ. നോമിനേഷൻ ലിസ്റ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ അകത്തുള്ള ആൾക്കാരെയും ആ ആളുകളെ കുറിച്ച് അനലൈസ് ചെയ്ത് പുറത്തുനിന്ന് ആളുകൾ ഇവരെ എങ്ങനെ കാണുന്നത്, അവർക്ക് ഫാൻ ബേസ് ഉണ്ടോ, അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയൊക്കെ ഒന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ഒരു എന്താണ് പറയുക, അവസാനത്തെ ഒരു തീരുമാനത്തിലേക്ക് വാ. അല്ലാണ്ട് ഇത് ആര് പുറത്തായി കഴിഞ്ഞാലും അവർ ജാസ്മിനെതിരെ സംസാരിച്ചോണ്ടാ, മറ്റവർ ഇവർക്കെതിരെ സംസാരിച്ചോണ്ടാ എന്ന് പറഞ്ഞിട്ട് തലയിൽ വെച്ച് കൊടുക്കാതെ, അൻസിബയുടെ കേസിൽ തന്നെയാണ് ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഇല്ലാതെ ആയി പോയത് കൊണ്ട് തന്നെ അവർക്ക് വോട്ട് കുറഞ്ഞിട്ട് അങ്ങനെ പോയതാ. പക്ഷെ അപ്സരനെ പുറത്താക്കിയത് ജാസ്മിനെതിരെ സംസാരിച്ചുകൊണ്ടാണെന്ന് ആരെങ്കിലും പറയൂ? അപ്സര അല്ലെങ്കിൽ ജാസ്മിനെതിരെ സംസാരിച്ചുകൊണ്ടാണോ അപ്സര പോയത്? അല്ലല്ലോ. അപ്സര അങ്ങനെ അങ്ങനെയൊന്നും ജാസ്മിനെതിരെ ഒന്നും കാര്യമായിട്ട് വർത്തമാനം പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ അതാരും പറയണില്ല, അതൊന്നും ആരും അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുന്നു പോലുമില്ല. വോട്ടിന്റെ പ്രശ്നം തന്നെയാണ് ഇവിടെ ആക്ച്വലി ഇവര് പുറത്തായതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്. പിന്നെ ഇത്രയും ദിവസമായിട്ടും 70 കുറെ ആയില്ലേ, ഇനി ആകെ 23 ദിവസം കൂടി ആക്ച്വലി ഉള്ളൂ. അപ്പൊ ഇത്രയും ദിവസമായിട്ടും നിറഞ്ഞു തുളുമ്പിയിട്ടാണ് ആ ഹൗസ് കിടക്കുന്നത്. അപ്പം കുറേ നേരത്തെ തന്നെ കുറേ കണ്ടസ്റ്റൻസ് ഔട്ടായി പോവേണ്ടതായിരുന്നു, പക്ഷെ ആരും പോയില്ല. ഒരുപാട് സാറ്റർഡേ സൺഡേ എപ്പിസോഡുകളിൽ എവിക്ഷൻസ് വേണ്ട എന്ന് തീരുമാനം എടുക്കുന്ന സാഹചര്യമായിരുന്നു. കുറേ ആൾക്കാർ അടിച്ചിട്ടും തൊഴിച്ചിട്ടും ഒക്കെ പുറത്തേക്ക് പോയി, അസുഖം വന്നിട്ട് പുറത്തു പോയി, അല്ലാതെയൊക്കെ പുറത്തു വന്നു. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ ആക്ച്വലി വരികയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒഴിവായി, എവിക്ഷൻസ് ഒക്കെ ഒഴിവായിട്ട് ഇപ്പോഴും കുറേ ആൾക്കാർ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ആൾക്കാർ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ചടപടാ പറഞ്ഞു വിടാൻ തന്നെ നോക്കുന്നത്. അതുകൊണ്ടാണ് 2 പേര് പോയത്, അൻസിബയും അപ്സരയും പോയത് ഈ ഒരു കാരണം കൊണ്ടാണ്. പോട്ടെ, ഇനിയും പോകണം, കാരണം ഇനി കുറച്ച് ദിവസങ്ങളും കൂടിയിട്ടുള്ളൂ, വിന്നറെ ഡിസൈഡ് ചെയ്യണ്ടേ.
നിങ്ങൾ ആരും ഇനി കടന്നിട്ട് മെഴുകാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, മനസ്സിലായ? കഷ്ടപ്പെട്ട് മെഴുകണ്ട. വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വോട്ട് ജിൻഡോന് തന്നെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. മിക്കവാറും പുള്ളി തന്നെ ആയിരിക്കും വിന്നറാകുന്നത്. ഇപ്പോഴും കഴങ്ങന്മാർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ജിൻഡോനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ബിഗ് ബോസ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, മാങ്ങാത്തൊലിയാണ്, ജാസ്മിന് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് എന്നുള്ള സെയിം ഡയലോഗാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു മുത്തേ, ഞാൻ എടുത്തു പറയാം, ജിൻഡോ ഓരോ വെകളിത്തരങ്ങൾ കാണിക്കാതെ ജിൻഡോൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു ആക്ഷനോ യാതൊരു പൊട്ടത്തനങ്ങളോ വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജിൻഡോ സുഖമായിട്ട് അവസാനം വരെ നിന്നിട്ട് ഇപ്പം കിട്ടുന്ന വോട്ടിൽ വിന്നറായിട്ട് പുറത്തിറങ്ങും. നേരെ മറിച്ച് അയാളുടെ ഭാഗത്തുനിന്ന് വല്ല വെളിത്തരം പറ്റുകയാണെന്നുണ്ടെങ്കിൽ തൂക്കിയെടുത്ത് വെളിയിൽ കളയും എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ആരും സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല, കടന്ന് മെഴുകേണ്ട കാര്യമില്ല. ജാസ്മിൻ്റെ കപ്പ് കൊടുത്തേ, കപ്പ് കൊടുത്തേന്നും പറഞ്ഞുകൊണ്ട് അല്ല ഞാൻ പറയുകയാണ്. അങ്ങനെ ഇപ്പോഴും കമൻറ്റ് വന്നുകൊണ്ടിരിക്കണു. ഇപ്പം അൻസിബ എവിക്റ്റായി എന്നുള്ളൊരു സാധനം വന്നപ്പോൾ പോലും അതിൻ്റെ താഴെയൊക്കെ വരുന്ന കമൻറ്റുകൾ എന്താ? നാദിറുടെയൊക്കെ വീഡിയോൻ്റെ താഴെയൊക്കെ വരുന്ന കമൻറ്റുകൾ എന്താണ്? ജാസ്മിനെ വേണ്ടിയിട്ട് പുറത്താക്കി എന്നുള്ള രീതിയിലാണ്, ജാസ്മിനെതിരെ സംസാരിച്ചുകൊണ്ട് പുറത്താക്കി എന്നുള്ള രീതിയിലാണ്. പറയുമ്പോൾ ഒരു ഉടുപ്പ് വേണ്ടേ? പറഞ്ഞ് മടുക്കണില്ലേ ഇത്? പിന്നെ ഞാൻ ആലോചിച്ച് നോക്കുന്നത് ഋഷിയുടെ കാര്യമാണ്. ഋഷി ആകെ സങ്കടപ്പെടുമല്ലോ അൻസിബ പോയി കഴിഞ്ഞാൽ, അല്ലേ? അൻസിബ നാളെയല്ലേ പോകാൻ വേണ്ടി പോണത്, ഇന്ന് അപ്സര മാത്രമല്ലേ പോയിട്ടുള്ളൂ ശനിയാഴ്ച. അൻസിബ പോകണമെന്നുള്ളൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഋഷിക്ക് ഭയങ്കര സങ്കടമാകും, ഫുള്ള് കരച്ചിലൊക്കെ ആയിരിക്കും. ഞാൻ നിങ്ങൾ വിചാരിക്കണത് എനിക്ക് ഋഷിയോട് ഭയങ്കര ദേഷ്യമോ അൻസിബയോട് ഭയങ്കര ദേഷ്യമോ? അങ്ങനെയൊന്നും അല്ലടാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് ഭയങ്കര ഹരത്തോട് കൂടിയിട്ടാണ് ഈ ഗെയിം ഷോ ഒക്കെ കാണുന്നത്. മൈൻഡ് ഗെയിം ഒക്കെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടൊക്കെയാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ഞാനൊരു ഗെയിം അനലൈസ് ചെയ്യുന്ന ലെവലിലാണ് ഞാൻ സംസാരിക്കണത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഒരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് ഇവരൊക്കെ വളരെ വീക്കായിട്ട് നിൽക്കുന്നവരാണ്. ഇപ്പോൾ ഋഷിയൊക്കെ ആണെങ്കിലും ടാസ്ക് നല്ല ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട്, മനസ്സിലായി? അത് ഞാൻ 100% എഗ്രി ചെയ്യുന്നു, പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ് എന്ന് പറയുന്നൊരു സംഭവം. അവിടെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് ആണ്. അവിടെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ വേണ്ടിയിട്ട് പറ്റണം, അഭിപ്രായങ്ങൾ പറയണം, നിലപാടുകൾ സ്ട്രോങ് ആയിട്ട് പറയണം, ഇറങ്ങിക്കളിക്കണ ഒരു ലെവലിലേക്കൊക്കെ ആക്ച്വലി വരണം. ഇപ്പോൾ ഋഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് മഹാപാപമൊന്നുമല്ല. യഥാർത്ഥ ജീവിതത്തിൽ അങ്ങനെ ഉള്ള ആൾക്കാരും ഉണ്ട്, ഇല്ല എന്നല്ല പറയണത്, അത് തെറ്റ് എന്നല്ല പറയണം. പക്ഷെ ഒരു ഗെയിം ഷോവിൻ്റെ ഭാഗമായിട്ടൊരു കണ്ടസ്റ്റൻ്റ് എന്നുള്ള രീതിയിൽ വരുന്ന സമയത്ത്, അങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് അയാളെ ആസ് എ കണ്ടസ്റ്റൻ്റ് അയാൾക്ക് തന്നെയാണ് കൂടുതൽ ബാധിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഋഷി ഒരുപാട് ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ആദ്യം സിജോനെ, പിന്നെ അർജുനെ, റോക്കിയെ, പിന്നെ ഇപ്പോൾ അൻസിബേനെ, ഇനിയിപ്പോൾ അൻസിബ പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അഭിഷേകിനെ ഡിപ്പെൻഡ് ചെയ്യാന്നല്ല, അങ്ങനെ ആ ഒരു കംഫർട്ട് സോണിൽ ഒതുങ്ങി പോണ സമയത്ത് അയാൾ ആസ് ആൻ ഇൻഡിവിജ്വൽ അയാളുടെ ഗെയിമിനെ ആളുകൾ എങ്ങനെ അനലൈസ് ചെയ്യും, ഗെയിം എന്നുള്ള രീതിയിൽ എങ്ങനെ അയാൾ എന്നെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ്. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഗെയിം എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടിട്ടാണ് ആളുകളെ സപ്പോർട്ട് ചെയ്യുകയും ക്രിട്ടിസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഋഷി ടാസ്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കാട്ടിലും ഉപരി അവിടെ ആൾ സ്ട്രോങ് അല്ല, മനസ്സിലായ? ഇപ്പോൾ ശനിയാഴ്ചത്തെ എപ്പിസോഡിൽ കൂടിയും അൻസിബ എന്തോ കാര്യത്തിൻ്റെ റിയാക്ഷൻ എന്തോ പറഞ്ഞുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് ഋഷിക്ക് എന്തോ പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് ഋഷി എണീച്ചിട്ട് അൻസിബയ്ക്ക് വേണ്ടിയിട്ട് വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് തുടങ്ങിയത്, മനസ്സിലായില്ലേ? അൻസിബയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മോഹൻലാൽ അപ്പം തന്നെ ഋഷിനെ സ്റ്റോപ്പ് ചെയ്തു. ഇനി അതിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് വരണ്ട എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. ആകെ ഋഷി ശരിക്കും ഇല്ലാണ്ടായി പോയി ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അവനവന് വേണ്ടിയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് അവർക്കും ഇവർക്കും ഫ്രണ്ട്ഷിപ്പൊക്കെ അങ്ങ് വെളിയിലേ. ഇതിൻ്റെ അകത്തേക്ക് ഫ്രണ്ട്ഷിപ്പ് മാങ്ങാത്തൊലി എന്നൊക്കെ പറഞ്ഞ് കയറി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കാണെങ്കിലും പ്രത്യേകിച്ച് വലിയ രസം, എനിക്ക് പേഴ്സണലി വലിയ രസമൊന്നും തോന്നുന്നില്ല കേട്ടോ. വലിയ നന്മ സെറ്റപ്പിൽ ഈ ഷോ കാണുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ അയ്യോടാ പാവം, അവൻ എന്താ തെറ്റ് ചെയ്തത്, ഫ്രണ്ട്ഷിപ്പിൽ സിൻസിയറിറ്റി കാണിച്ചു, അത്രയല്ലേ ഉള്ളൂ, പാവല്ലേ, അങ്ങനെയാണെങ്കിൽ വീട്ടിൽ ഇരുന്നാൽ മതി. ഞാൻ ഗെയിം കാണാനായിരിക്കണം. എനിക്ക് അത്തരത്തിൽ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് കളിക്കുന്ന ആൾക്കാരോട്, അത്തരത്തിലുള്ള കണ്ടസ്റ്റൻസിനോട് വലിയ താല്പര്യമൊന്നും ആക്ച്വലി ഇല്ല. പിന്നെ ഇറങ്ങി കളിക്കാത്ത ആൾക്കാരോട് എനിക്ക് താല്പര്യമില്ല. മാറിയിരുന്ന് ഒളിഞ്ഞിരുന്നിട്ട് കണ്ടവരെ കുറിച്ച് പറയുന്ന ആൾക്കാരോട് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അൻസിബ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റിനോട് താല്പര്യമില്ല എന്ന് പറഞ്ഞത്. അത് പറയുമ്പോൾ എന്നെ അൻസിബ ഹേറ്റർ ആക്കിക്കൊണ്ടൊന്നും ആരും മുദ്ര കുത്താൻ വേണ്ടിയിട്ട് വരണ്ട. ഞാൻ പറയില്ല എന്താ തെറ്റ്. അവർ കുറേ കാലം ഇടയ്ക്കൊക്കെ ജാസ്മിൻ്റെ എതിരെയും നോറയുടെ എതിരെയും മുഖത്ത് നോക്കി വർത്തമാനം പറയും എന്നല്ലാണ്ട് ഏറ്റവും കൂടുതൽ തവണ അവർ മാറിയിരുന്നിട്ടൊരു കംഫർട്ട് സോണിൽ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ ഗെയിം എന്നുള്ള രീതിയിൽ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അവർക്ക് ഈ നോറയോടും ജാസ്മിനോടും പല കാരണം കൊണ്ട് അവർക്ക് ദേഷ്യമുണ്ട്. ആ ദേഷ്യമാണ് അവർ പലപ്പോഴും ചില വിഷയങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത്. അത് ഗെയിമായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റില്ല.
ഇവരൊക്കെ ഗ്രഡ്ജ് വെച്ചോണ്ടാണ് കളിക്കുന്നത്. ഇപ്പോൾ മറ്റേ ഋഷി ആണെങ്കിലും അപ്സരയോട് എന്തോ ഒരു ഗ്രഡ്ജ് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു ഗെയിമുമായിട്ട് മുമ്പോട്ട് പോവുക. അപ്പം നിങ്ങൾ ചോദിക്കും എനിക്ക് ഋഷിയോടും അൻസിബയോടും എന്ത് ഇത്ര വിരോധം? എടേ, ഞാൻ ഈ പറഞ്ഞ ജാസ്മിനും ഗബ്രിയും കോംബോ കളിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവരെ ക്രിട്ടിസൈസ് ചെയ്യാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. അവരെന്ത് കോംബോ, തല്ലിപ്പൊളി കോംബോ, ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടി വന്ന് ഒറ്റയ്ക്ക് കളിക്കണം, അല്ലാണ്ട് ഗബ്രിക്ക് വേണ്ടി ജാസ്മിന് വേണ്ടി ഗബ്രിയും കളിച്ചുകൊണ്ട് നാണമില്ലാണ്ട് മുമ്പോട്ട് പോവുകയല്ല വേണ്ട എന്ന് പറഞ്ഞൊരു പ്രേക്ഷകനാണ് ഞാൻ. എനിക്ക് കോംബോനോട് താല്പര്യമില്ലെന്നേ. അങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒരു താല്പര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പം ഋഷിയുടെ അൻസിബയുടെ കേസിൽ ഞാൻ അത് തന്നെ പറയണേ. അൻസിബയ്ക്ക് വേണ്ടിയിട്ട് ഋഷി സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അൻസിബ ഋഷിനെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അത് ഉള്ളത് തന്നെയാ. അത് ആരാ എതിർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് അങ്ങനെയല്ല എന്നും പറഞ്ഞുകൊണ്ട് അത് അങ്ങനെ തന്നെയാണെന്ന് അവരങ്ങോട്ടും ഇങ്ങോട്ടും സേവ് ചെയ്യാൻ വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഋഷിയുടെ ക്യാപ്റ്റൻസിയിൽ. ഋഷിയുടെ അട്ടർ എന്താണ് പറയുക, ഫെയിലിയർ ആയ ഒരു ക്യാപ്റ്റൻസി ആയിരുന്നു. പ്രേക്ഷകർക്ക് വരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ആ ക്യാപ്റ്റൻസി മോശമായിരുന്നു എന്ന് തന്നെയാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്തുള്ള ഭൂരിഭാഗം വരുന്ന കണ്ടസ്റ്റൻസിനും പുള്ളിയുടെ ക്യാപ്റ്റൻസി മോശമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു. ആ സമയത്ത് അൻസിബ എന്താണ്, എനിക്ക് അത്ര മോശമായിട്ടൊന്നും ഫ്രണ്ടാണെന്നും പറഞ്ഞുകൊണ്ട് ഉള്ളത് പറയാതിരിക്കേണ്ട കാര്യമുണ്ടോ? അത് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയത് തന്നെയല്ലേ. പിന്നെ ആരാണ് ഈ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്നേ? അപ്പം ഏതായാലും അൻസിബയും അപ്സരയും എവിക്റ്റായി. അവർ എവിക്റ്റായ പിന്നെ ഞാൻ അവരെക്കുറിച്ചുള്ള ഒരു അക്ഷരം മിണ്ടില്ല. കാര്യം എനിക്ക് അവരെ വ്യക്തിപരമായിട്ട് അറിയില്ല. അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും കയറി ഇടപെടേണ്ട കാര്യമൊന്നുമില്ല. ഗെയിം ഷോ ഒന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ അവരെ വീണ്ടും സ്നേഹിക്കും. കാരണം അവർ എന്താണ് പറയുക, ആർട്ടിസ്റ്റാണ്. രണ്ടുപേരും നന്നായി ഇരിക്കട്ടെ, ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ, അടിപൊളിയാവട്ടെ. ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയാവണം. അൻസിബയുടെ ആണെങ്കിലും നല്ലൊരു ആക്ട്രസ്സാണ്. എന്താണ് പറയുക, ഇനിയും നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ. ദൃശ്യം അടുത്ത് ഇത് വരാൻ വേണ്ടിയിട്ടൊക്കെ കാത്തിരിക്കുകയാണ്. അപ്സരയുടെ ആണെങ്കിലും അവർ സീരിയലാണ് ചെയ്യുന്നത്. ഞാൻ സീരിയൽ കാണാറില്ല, പക്ഷെ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സീസണിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റി. നല്ല ഗ്രേസ് ഉള്ളൊരു നടിയാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല ഡാൻസാണ്, ഒരുപാട് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ട്. വെരി ഹാപ്പി. താങ്ക് യു സോ മച്ച്. രണ്ടുപേരോടും എനിക്ക് താങ്ക് യു ആണ് പറയാനുള്ളത്. താങ്ക് യു ഫോർ എൻ്റർടൈനിങ് അസ്. വിമർശനങ്ങളും കാര്യങ്ങളൊക്കെ ഒബ്വിയസ്ലി ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളോട് വ്യക്തിപരമായിട്ടൊരു വിരോധമില്ല. ഒരു ഗെയിം എന്നുള്ള രീതിയിൽ മാത്രമാണ് ഞാൻ വിമർശിച്ചിട്ടുള്ളത്. അത് ഈ ഷോയോട് കൂടിയിട്ട്, നിങ്ങൾ ഇറങ്ങുന്നതോട് കൂടിയിട്ട് ഞാനും വിട്ടു. അല്ലാണ്ട് ഞാൻ ചില ആൾക്കാർ ചെയ്യുന്ന പോലെ കുടുംബത്തിൽ കയറി ഇടപെടുക, മറ്റിടത്ത് ആവശ്യമില്ലാത്തതിൽ കയറി വർത്തമാനം പറയുന്നത് ഞാൻ അങ്ങനത്തെ ആളല്ല. അപ്പോൾ ഇത്രയ്ക്കൊക്കെ പറയാനുള്ളൂ. അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ആരൊക്കെ പോകുന്നുള്ളത് കണ്ടറിയാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇറങ്ങി കളിക്കേണ്ടടുത്ത് ഇറങ്ങി കളിക്കുക തന്നെ വേണം. ഇറങ്ങി കളിക്കേണ്ടടുത്ത് അഭിഷേകിൻ്റെ കേസിലൊക്കെ എനിക്ക് അതാണ് എതിർപ്പ്. അഭിഷേക് ഇറങ്ങി കളിക്കുന്നില്ല. അഭിഷേക് വള്ളി പിടിക്കാൻ താല്പര്യമില്ല, എല്ലാത്തിലും കയറി ഇടപെടാൻ താല്പര്യമില്ല. എൻ്റെ നേച്ചർ ഇതാണ്, ഞാൻ റിയലാണ്, എനിക്ക് തോന്നിയ ആൾക്കാരോട് മാത്രമേ ഞാൻ സംസാരിക്കുള്ളൂ എന്നൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ പാടില്ലായിരുന്നു. വീട്ടിലിരിക്കുന്നതായിരിക്കും നല്ലത്. ഈ പ്ലാറ്റ്ഫോമിൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് ചെറിയ ചെറിയ വിഷയങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. എല്ലാവരുടെ അടുത്തും മിങ്കിൾ ചെയ്യേണ്ടി വരും, എല്ലാവരുടെ എതിരും ഗെയിം കളിക്കേണ്ടി വരും, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യേണ്ടി വരും. അതെല്ലാം ഫാക്റ്റാണ്. അപ്പോൾ അത് കളിക്കണം. അത് കളിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ടോപ്പ് 5ലേക്ക് എലിജിബിൾ ആവുന്നത്? അപ്പോൾ ആ തരത്തിലൊക്കെയാണ് അഭിഷേകിനെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അല്ലാണ്ട് എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല. ഇപ്പോൾ ഫാൻസ് ഉണ്ട് കേട്ടോ, അഭിഷേകിന് ഫാൻസും ഉണ്ട്, അഭിഷേകിന് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, വോട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. ആ രീതിയിൽ അഭിഷേക് നിന്നു പോകുന്നുണ്ട്. അതൊക്കെ ഓക്കെ, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. ഓരോ ആൾക്കാരുടെ വോട്ട് ചെയ്യുന്നു വോട്ട് ചെയ്യാതിരിക്കുന്നു, അതിലൊന്നും കയറി നമ്മൾ തലയിടുന്നില്ല. പക്ഷെ ഞാൻ പറയും, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയും, ഇപ്പോൾ ജാസ്മിനെ ഞാൻ സപ്പോർട്ട്, ഇപ്പോൾ എന്താണ്, ഞാൻ ജിൻഡോനെ പോലും ഞാൻ എന്താണ് സപ്പോർട്ട് ചെയ്യാതിരിക്കുന്നുണ്ടോ? അയാളുള്ളതിൽ വെച്ച് നല്ല ഗെയിമറാണ്, കളിക്കുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അയാളുടെ ഗെയിമിനോട്, ജാസ്മിൻ്റെ ഗെയിമിനോടോ ഒന്നും താല്പര്യമില്ല. ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, എനിക്ക് ജാസ്മിൻ്റെ ഗെയിമിനോടോ അല്ലെങ്കിൽ ജിൻഡോൻ്റെ ഗെയിമിനോടോ താല്പര്യമില്ല. പക്ഷെ ഈ രണ്ടുപേരും ഗെയിം കളിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അവർ മാത്രമേ അവിടെ ഗെയിം കളിക്കുന്നുള്ളൂ. പിന്നെ ജാസ്മിൻ്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് കൂടുതൽ സംസാരിച്ചുകൊണ്ട് വരുന്നതിൻ്റെ റീസൺ ഇത്രയേ ഉള്ളൂ. പബ്ലിക്കിൽ ഭൂരിഭാഗം വരുന്ന ആൾക്കാർ, കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ അവരെ ലക്ഷ്യം ചെയ്യുന്നു, അവരെ എക്സ്ട്രീം ലെവലിൽ ക്രിട്ടിസൈസ് ചെയ്യുന്നു. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലും ഓർക്കാതെയാണ് പലരും അവരെക്കുറിച്ചിട്ട് വർത്തമാനം പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ കാണുന്ന സമയത്ത് എന്താണ് പറയുക, എനിക്ക് ആ സൈബർ അറ്റാക്കിനെതിരെ സംസാരിക്കണം. അവരോട് അത്തരത്തിൽ ക്രൂഷ്യലായിട്ടുള്ള രീതിയിൽ പെരുമാറുന്നതിനോട് എനിക്ക് യോജിപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതലും
എന്താണ് പറയുക, അവരെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. ദാറ്റ്സ് ഇറ്റ്. എൻ്റെ നിലപാട് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു, മനസ്സിലായില്ലേ? ഇപ്പോൾ ജിൻഡോൻ്റെ കേസിൽ എന്ന് പറഞ്ഞാൽ ജിൻഡോനെതിരെ ഭയങ്കര സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ അയാൾക്ക് വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അയാളെ ബാധിക്കുന്ന തരത്തിലുള്ള സെറ്റപ്പോ ഒന്നും അയാൾക്ക് ആക്ച്വലി ഇല്ല എന്ന് മാത്രമല്ല, അയാൾക്ക് പൂര സപ്പോർട്ട് ഉണ്ട്, നല്ല ഫാൻസ് ഉണ്ട്, നല്ല വോട്ട് കിട്ടുന്നുണ്ട്, മനസ്സിലായില്ലേ? അപ്പം ഞാനും ജിൻഡോനെ മോശം പറയുന്നില്ലല്ലോ, ഞാൻ ജിൻഡോനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടോ, ഞാൻ അയാളെ എന്തെങ്കിലും ഷെയ്പ്പ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ടോ? ഒന്നും ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിൽക്കുന്നില്ല. ഞാൻ ആരെയും ഡീഗ്രേഡ് ചെയ്യാനോ താഴ്ത്തിക്കെട്ടാനോ ഒന്നിനും നിൽക്കുന്നൊന്നുമില്ല. ഞാൻ ജാസ്മിൻ്റെ കേസിൽ ഞാൻ അവരോട് സൈബർ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി അറ്റ്ലീസ്റ്റ് ശ്രമിക്കുക എന്നുള്ളൊരു നിലപാട് മാത്രമാണ് പറയുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്.